വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു റൗണ്ട് 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിനെ ഒരു ഓവൽ ഷേപ്പ് കേക്ക് ആക്കി മാറ്റാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കേക്ക് നന്നായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും ഇതിന് ക്രം കോട്ട് ചെയ്ത ശേഷം ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫിനിഷിങ് വർക്ക് വെറുതെ ആദ്യം ഫിനിഷ് ചെയ്ത് വീണ്ടും ഫിനിഷ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാനിവിടെ ഫിനിഷിംഗ് ഒക്കെ ചെയ്ത ശേഷമാണ് കട്ട് ചെയ്ത് ഓവൽ ഷേപ്പിലേക്ക് മാറ്റിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ ക്രം കോട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് ഓവൽ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ റൗണ്ട് ഷേപ്പ് കേക്ക് നടുവിൽ ഇതുപോലെ 2 കട്ടിങ് ഇട്ട് കൊടുക്കുക. ആ ഒരു പീസ് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ താഴെ വരെ കട്ട് ചെയ്ത ശേഷം അതൊന്ന് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഈ 2 പീസും ഒന്ന് അടുപ്പിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത കേക്കാകുമ്പോൾ ഇത് എല്ലാ പണിയും കഴിഞ്ഞ ശേഷം നമുക്ക് ഒറ്റ ഫൈനൽ കോട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2 തവണ ഫൈനൽ കോട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായി അടുപ്പിച്ച് വെച്ച ശേഷം അവിടെ ഗ്യാപ്പിൽ ചിലപ്പോൾ നമ്മൾ വളഞ്ഞൊക്കെ പോകും കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഗ്യാപ്പിൽ കുറച്ച് ക്രീമൊക്കെ കൊടുത്ത് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ അടുപ്പിച്ച കേക്കിനെ വീണ്ടും നടുകെ ഒന്നും കൂടെ കട്ട് ചെയ്യാം. എന്നിട്ട് ആ കേക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നീക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കേക്കിൻ്റെ പീസ് വെക്കുക. അപ്പോൾ ചെറിയൊരു പീസ് എക്സ്ട്രാ വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ പറയും നമ്മൾ കേക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് തന്നെ അറിയാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഏതായാലും ആ ഒരു കേക്ക് ഈ ഒരു കേക്കിൽ പിന്നെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറെ കൊടുത്തിടുകയും ചെയ്യാം. അപ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു പീസായിരിക്കും. എന്നിട്ട് നമ്മൾ ഫൈനൽ കോട്ടൊക്കെ കൊടുത്ത ശേഷം വേണ്ട ഡിസൈനൊക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ റൗണ്ട് കേക്ക് ഇപ്പോൾ ഓവൽ ഷേപ്പിലുള്ള കേക്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയാണ് കേട്ടോ ഓവൽ ഷേപ്പിലുള്ള കേക്ക് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഒരു മോം ടു ബിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാനിത് മുന്നേ കൊടുത്ത ഒരു റെഫറൻസ് പ്രകാരം ഒരു മോം ടു ബി തീമിൽ കുറച്ച് ബട്ടർഫ്ലൈസും ഒരു പ്രഗ്നൻ്റ് വുമണിനെയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്ത മോഡലിൽ ഇതിലൊരു എഡിബിൾ ഷൂസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള ഷൂ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വെക്കാനായിട്ട് മറന്നുപോയി. അവസാനം ആണ് ശ്രദ്ധിച്ചത് എന്തോ ഒരു കുറവുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് മനസ്സിലായപ്പോൾ വേഗം പോയിട്ട് ഒരു ഫോണ്ടൻ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് കോൺഫ്ലോർ ഇല്ല എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ നേരെ പോയി കോൺഫ്ലോറും വാങ്ങി വന്ന് കുഞ്ഞൊരു റോസ് ഷൂസും കുഞ്ഞൊരു ബ്ലൂ ഷൂസും ഉണ്ടാക്കിയിട്ട് അതും കൂടെ വെച്ച് നമ്മുടെ കേക്ക് ഫൈനൽ ലുക്കിലേക്ക് എത്തിച്ചു. അപ്പോൾ നമ്മൾക്ക് ഈ കേക്കിന് ഓർഡർ തന്ന ആൾ ഞാൻ വളരെ റീസെൻ്റായിട്ട് പരിചയപ്പെട്ട ഒരാളാണ്. ആൾക്ക് ഞാൻ ചെറിയൊരു വർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ ബേക്കറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കേക്കിന് ആവശ്യം വന്നപ്പോൾ എന്നെ ഓർത്തിട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു. ചുരുക്കം ചിലരേ ഉണ്ടാവുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യണവർ തിരിച്ച് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളവർ അത്രക്കാരുള്ള ഒരാളായിരുന്നു കേട്ടോ. ഇത് ഞൊട്ടും പേടിക്കണ്ട, ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഓവൽ ഷേപ്പിലാക്കി ഒന്ന് ട്രൈ ചെയ്തോളൂ. നല്ല ഭംഗിയാണ് ഇങ്ങനെ ഓവൽ ഷേപ്പുള്ള കേക്ക് കാണാനായിട്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.